നമസ്കാരം. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തപ്പെടുന്നു. ഇത്തവണ തിരുവനന്തപുരത്താണ് എത്തുന്നത്. ഏപ്രിൽ 15-ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ തവണത്തെ പ്രധാനമന്ത്രിയുടെ വരവ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെയും വി മുരളീധരൻ്റെയും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വട്ടം ഈ കേരള സന്ദർശനം പ്രധാനമന്ത്രി നടത്തുന്നത്. പോത്തൻകോട് NDA ആണ് പൊതുസമ്മേളന വേദിയായി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വോട്ടർമാരെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അതേസമയം BJPക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ ആ പട്ടികയിൽ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ഈ ആറ്റിങ്ങൽ എന്ന് പറയപ്പെടുന്ന പാർലമെൻറ്റ് മണ്ഡലവും ഒപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലവും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോദി സർക്കാരിൽ വിജയകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ കൂടുതൽ ഇടപെട്ടിരുന്നത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിജയസാധ്യത വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകൂട്ടലുകളിലാണ് BJP. അതിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയുടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് BJP ഇപ്പോൾ അവകാശപ്പെടുന്നതും. മാത്രമല്ല കഴിഞ്ഞ തവണ മോദി വന്നപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർക്കും ആവേശം നൽകുന്നതാണ് എന്ന് BJP കരുതുന്നുണ്ട്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച പിന്തുണ കൂടി കിട്ടുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ എഞ്ചിനീയർമാരും അടക്കമുള്ളവരുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നു. 1000-ഓളം പേരുടെ സമ്മേളനം അവിടെ നടക്കുകയുണ്ടായി. അത് നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വിവിധ മേഖലയിലുള്ള എഞ്ചിനീയർമാരുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുകൂടലായിരുന്നു. അങ്ങനെയുള്ളവരുടെ ഒരു പിന്തുണ കൂടി വലിയ തോതിൽ ലഭിക്കുന്നുണ്ട് BJPക്ക്, അല്ലെങ്കിൽ BJPയുടെ നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ. അത് വലിയ ആത്മവിശ്വാസം പകരുകയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും ലഭിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് ഇത് എന്ന് തന്നെയാണ് BJP ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നതും. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ വരവ് 5ാമത്തെ വരവാണ് കേരളത്തിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട്. ആ വരവ് എന്ന് പറയപ്പെടുന്നതിൻ്റെ സൂചന വി മുരളീധരനും കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും നിയോജക മണ്ഡലങ്ങളിൽ അവരുടെ പ്രവർത്തകരുടെ ആവേശങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വരവാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്ന് പറയപ്പെടുന്നത്. തിരുവനന്തപുരത്തും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സമ്മേളനങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വരവ് കേരളത്തിലെ ബാക്കിയുള്ള ജില്ലകളിൽ ബാക്കിയുള്ള 20 നിയോജക മണ്ഡലങ്ങളിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. പക്ഷേ അതിന് മുൻപ് മത്സരിച്ച ഗിരിജാകുമാരിയേക്കാൾ എന്തുകൊണ്ടും മുകളിലേക്ക് ഉയർന്ന വോട്ട് വിഹിതം കൂട്ടിയെടുക്കുവാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആറ്റിങ്ങിൽ നിന്നാണ് 2.5 ലക്ഷത്തിലധികം വോട്ടിലേക്ക് എത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ 2.5 ലക്ഷത്തോളം വോട്ടുകളിലേക്ക് കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടും ആറ്റിങ്ങൽ നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കുവാനും അല്ലെങ്കിൽ പിടിച്ചെടുക്കുവാനും കഴിയുന്ന തരത്തിലേക്ക് BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ്. A ക്ലാസ് മണ്ഡലങ്ങളുടെ കൂട്ടത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം എന്നാണ് BJP പൊതുവെ കരുതുന്നത്. പക്ഷേ അതിനുള്ള എത്രത്തോളം സാധ്യത ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് ഈ വരുന്ന ദിവസങ്ങളിൽ 15-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടി ഈ അണികളിലൊക്കെ കുറച്ചുകൂടി ആവേശമുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് പലപ്പോഴും ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരാവേശം, അത് BJPയുടെ പ്രവർത്തകർക്കാണെങ്കിലും അണികൾക്കാണെങ്കിലും മാത്രമല്ല പൊതുസമൂഹത്തിനാണെങ്കിലും അത്തരത്തിലൊരു ആവേശമുണ്ടാക്കുവാൻ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രിക്ക് കഴിയാറുണ്ട്. ആ വരവ് BJPക്ക് ഗുണമാകും. അത് വലിയൊരു ആത്മവിശ്വാസം പകർന്നു നൽകുന്നുണ്ട് ഈ രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന് പല മേഖലകളിലും നിന്നുള്ള, അത് തീരദേശ മേഖലകളാവട്ടെ, അല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിന്നാകട്ടെ, നഗര ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാവട്ടെ, വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നാകട്ടെ, യുവാക്കളിൽ നിന്നാകട്ടെ, അങ്ങനെ വലിയ പിന്തുണ രാജീവ് ചന്ദ്രശേഖർ നേടിക്കഴിഞ്ഞു എന്ന് പറയാം. അത്തരത്തിൽ വലിയ പിന്തുണ നേടിയെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ വരവ് കൂടി ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ആ വരവോടുകൂടി നരേന്ദ്രമോദി എത്തപ്പെടുന്നതോടുകൂടി തന്നെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലെയും സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യതകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP. പക്ഷേ ആറ്റിങ്ങലിലെ വിജയസാധ്യതയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എങ്കിലും തിരുവനന്തപുരത്തിൻ്റെ വിജയസാധ്യത വളരെ വലുതാണ്. നരേന്ദ്രമോദി എത്തുന്നതോടുകൂടി അത് സുവ്യക്തമാവുകയും ചെയ്യും. രാജീവ് ചന്ദ്രശേഖർ വിജയപാതയിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അവിടെ ശശി തരൂർ അടക്കമുള്ളവർ ഇപ്പോഴേ പരാജയം സമ്മതിച്ച മട്ടാണ്. കാരണം കോൺഗ്രസും CPM ഒക്കെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യമാണ്.
ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ BJP വളരെ ദൂരം മുന്നിലെത്തിയെന്ന് ശശി തരൂർ തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ പരാജയം മണക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് ആ വാക്കുകളിൽ നിന്ന് പ്രതിഫലിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ വരവ്, പ്രധാനമന്ത്രിയുടെ വീണ്ടുമുള്ള സന്ദർശനമെന്ന് പറയപ്പെടുന്ന കേരളത്തിലേക്കുള്ള സന്ദർശനമെന്ന് പറയുന്നത് കേരളത്തെ 20 നിയോജക മണ്ഡലത്തിലും വലിയ ആവേശം BJP അണികൾക്ക്, പ്രവർത്തകർക്ക് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ളൊരു വരവാണ് ഈ പ്രധാനമന്ത്രി 15-ാം തീയതി കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അതിലൊന്ന് തിരുവനന്തപുരം മണ്ഡലവും മറ്റൊന്ന് ആറ്റിങ്ങൽ നിയോജക മണ്ഡലമാണ്. പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സമ്മേളനങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഇനിയുള്ളൊരു വരവ് എന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതിൽ BJPയുടെ അണികളെ ആവേശം കൊള്ളിപ്പിക്കുക, മാത്രമല്ല നിഷ്പക്ഷമതികളായിട്ടുള്ള വോട്ട് ചെയ്യുന്ന വോട്ടർമാർക്ക് അവരെ സ്വാധീനപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വരവാണ്. അതിൽ പൂർണ്ണമായിട്ടും വിജയിക്കുവാൻ പ്രധാനമന്ത്രിക്ക് കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഈ BJPക്ക് ഉണ്ടാകുന്നുണ്ട്.